ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആൻഡ് വീഡിയോസ് കറൻ്റ്ലി ഇൻ്റർനെറ്റിൽ വളരെ പോപ്പുലറാണ്. വളരെ റിയലിസ്റ്റിക്കും കൺവിൻസിങ്ങും ആയിട്ടുള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് ബിൽഡ് ചെയ്യുവാൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്ത് സാധിക്കും. DALL-E, Midjourney തുടങ്ങിയ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്ത് ഇങ്ങനെയുള്ള ഇമേജസ് ആൻഡ് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. സോ എങ്ങനെയാണ് ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് ഇതിന് പിന്നിലെ വർക്കിംഗ് ആർക്കിടെക്ചർ? എന്ത് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ഇമേജസ് കാണിക്കാം. ട്രൈ ടു ഐഡൻറ്റിഫൈ ദീസ് പേഴ്സൺസ്. ഇവിടെ കാണിച്ച ഇമേജിൽ നിന്നും ഒരു വ്യക്തിയെ പോലും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ആർ നോട്ട് എക്സിസ്റ്റിംഗ്. ഓരോ ഇമേജും AI ജനറേറ്റ് ചെയ്ത ഇമേജസ് ആണ്. ബട്ട് ഇറ്റ് ലുക്സ് റിയലിസ്റ്റിക്. ഓരോ ഇമേജും വളരെ റിയലിസ്റ്റിക്കും കൺവിൻസിങ്ങും ആയിട്ടുള്ള ഇമേജസ് ആണ്. ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ്.com എന്നൊരു വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ഓരോ തവണയും ഡിഫറൻറ്റ് ആൾക്കാരുടെ ഇമേജസ് കാണാൻ സാധിക്കും. ഈ ഇമേജ് എല്ലാം AI ജനറേറ്റ് ചെയ്ത ഇമേജസ് ആണ്. ഇമേജിൽ കാണുന്ന പേഴ്സൺ എക്സിസ്റ്റിംഗ് അല്ല. വെബ്സൈറ്റ് നെയിം പറയുന്നത് പോലെ ദിസ് പേഴ്സൺ ഡസ് നോട്ട് എക്സിസ്റ്റ്. സോ റിയൽ ഏതാണ് ഫേക്ക് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അത്രയും ലൈഫുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ AI സാധിക്കും. ഹ്യൂമൻ ക്രിയേറ്റിവിറ്റിയെ ചാലഞ്ച് ചെയ്യുന്ന ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ ഇന്ന് AI സാധിക്കും. ഈ ഒരു ടെക്നോളജിയുടെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? 2014 ഇയാൻ ഗുഡ്ഫെല്ലോ എന്നൊരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ജനറേറ്റീവ് അഡ്വേഴ്സിയൽ നെറ്റ്സ് എന്നൊരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് 2 ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് ഒറിജിനൽ കണ്ടൻറ്റുമായി മാച്ച് ചെയ്യുന്ന കണ്ടൻറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ ന്യൂറൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നതിനും സെക്കൻഡ് മോഡൽ യൂസ് ചെയ്യുന്നത് അത് വാലിഡേറ്റ് ചെയ്യുന്നതിനുമാണ്. സോ ഇവിടെ നിന്നാണ് GAN അഥവാ ജനറേറ്റീവ് അഡ്വേഴ്സിയൽ നെറ്റ്വർക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. സോ എന്താണ് GAN? ഒറിജിനൽ ഡേറ്റയുമായി ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചറാണ് GAN. ഇവിടെ 2 ന്യൂറൽ നെറ്റ്വർക്ക് പരസ്പരം കോമ്പറ്റീറ്റ് ചെയ്യുന്ന തരത്തിലാണ് ട്രെയിനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഡേറ്റയുമായി സാമ്യം തോന്നുന്ന ഡേറ്റ ക്രിയേറ്റ് ചെയ്യുവാൻ ഇവയ്ക്ക് സാധിക്കും. പ്രധാനമായും 2 ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് GAN യൂസ് ചെയ്യുന്നത്: ജനറേറ്റർ ആൻഡ് ഡിസ്ക്രിമിനേറ്റർ. ഇതിൽ ജനറേറ്റർ ചെയ്യുന്നത് ഇൻപുട്ട് നോയ്സിൽ നിന്നും ഒരു പുതിയ സാമ്പിൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. കിട്ടുന്ന ഇമേജ് എത്രത്തോളം ബെറ്റർ ആണ് എന്ന് ജനറേറ്ററിന് അറിയാൻ സാധിക്കില്ല. ജനറേറ്ററിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് മാക്സിമം റിയലിസ്റ്റിക് ആയിട്ടുള്ള സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഡിസ്ക്രിമിനേറ്റർ മോഡലിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് റിയൽ ഡേറ്റ യൂസ് ചെയ്ത് ജനറേറ്ററിൽ നിന്നും ക്രിയേറ്റ് ചെയ്ത ഔട്ട്പുട്ട് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ജനറേറ്റർ ഒരു ഹ്യൂമൻ ഫേസ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഓൺസ് ഇറ്റ് ജനറേറ്റഡ് ഇറ്റ് പാസ് ടു ഡിസ്ക്രിമിനേറ്റർ ആ ഇമേജ് ചെക്ക് ചെയ്ത് അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് പറയുന്നു. ഫേക്ക് ഇമേജ് ആണെങ്കിൽ ജനറേറ്റർ വീണ്ടും അത് പ്രോസസ്സ് ചെയ്യുന്നു, വീണ്ടും ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നു. എഗെയിൻ ഇത് ഡിസ്ക്രിമിനേറ്ററിന് പാസ് ചെയ്യുന്നു. ഡിസ്ക്രിമിനേറ്റർ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ ഫൈനലി ഈ ഒരു ഇമേജ് റിയൽ ആണ് എന്ന് ഡിസ്ക്രിമിനേറ്റർ പറയുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ ജനറേറ്റർ ട്രൈ ചെയ്യുന്നത് ഫേക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് റിയൽ ആണെന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നു. അതായത് ഡിസ്ക്രിമിനേറ്ററിനെ ഫൂൾ ആക്കാൻ ശ്രമിക്കുന്നു. അതേസമയം ഡിസ്ക്രിമിനേറ്റർ അവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് കറക്റ്റായി പറയുവാൻ ശ്രമിക്കുന്നു. ഇവിടെ ജനറേറ്റർ മാക്സിമം റിയലിസ്റ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. ബട്ട് ഡിസ്ക്രിമിനേറ്റർ കറക്റ്റ് ഇമേജ് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി നടക്കുന്നത് കൊണ്ട് ഫൈനലി കിട്ടുന്ന ഇമേജ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. ഈ 2 മോഡൽസും ജനറേറ്റർ, ഡിസ്ക്രിമിനേറ്റർ ഇവയുടെ ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി ആൾറെഡി ട്രെയിൻഡ് ആയിരിക്കും. ഡിസ്ക്രിമിനേറ്റർ ലേബൽഡ് ഡേറ്റാ സെറ്റ് യൂസ് ചെയ്ത്, അതായത് റിയൽ ആൻഡ് ഫേക്ക് ഇമേജസ് യൂസ് ചെയ്ത് ട്രെയിനിങ് ചെയ്യിക്കുന്നു. സോ ദാറ്റ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് റിയൽ ആൻഡ് ഫേക്ക്. അതുപോലെ ജനറേറ്റർ മാക്സിമം റിയലിസ്റ്റിക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ബേസ്ഡ് ഓൺ ദി ഫീഡ്ബാക്ക് ഫ്രം ദി ഡിസ്ക്രിമിനേറ്റർ. ജനറേറ്റർ ട്രെയിൻ ചെയ്യുന്നത് ഒരു ഐട്രേറ്റീവ് ലൂപ്പിലാണ്. ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ജനറേറ്റർ ട്രെയിൻ ചെയ്യുന്നു. ഇതിനെ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നു. സോ ഇതാണ് GANൻ്റെ ഒരു ആർക്കിടെക്ചർ. ടൈപ്സ് ഓഫ് GAN. ന്യൂമറസ് ടൈപ്പ് ഓഫ് GAN ആൾറെഡി ഡെവലപ്ഡ് ആണ്. അവയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചിലതാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡീപ്പ് കൺവല്യൂഷൻ GAN, DC-GAN, മെഡിക്കൽ ഇമേജിംഗ്, ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ, ഇമേജ് എൻഹാൻസിങ് ടൂൾസ്, അങ്ങനെ പല ആപ്ലിക്കേഷൻസിന് വേണ്ടിയും DC-GAN യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടീഷണൽ GAN അഥവാ C-GAN,
ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ടു ഇമേജ് സിന്തസിസ്, സ്പെസിഫിക് ഇമേജ് ജനറേഷൻ എന്നിവയ്ക്ക് വേണ്ടി CGAN യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ റെസൊല്യൂഷൻ GAN അഥവാ SR GAN. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ലോ റെസൊല്യൂഷൻ ഇമേജ് അപ്സ്കെയിൽ ചെയ്ത് ഹൈ റെസൊല്യൂഷൻ ആക്കുന്നതിന് വേണ്ടിയാണ്. സ്റ്റൈൽ GAN യൂസ് ചെയ്ത് ഹൈ റെസൊല്യൂഷൻ റിയലിസ്റ്റിക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, എസ്പെഷ്യലി ഹ്യൂമൻ ഫേസസ്. ജനറേറ്റീവ് അഡ്വേഴ്സൽ നെറ്റ്വർക്ക്സിന് ഒരുപാട് യൂസ് കേസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവയിൽ ചിലതാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് ജനറേറ്റ് ഫോട്ടോഗ്രാഫ് ഓഫ് ഹ്യൂമൻ ഫേസസ്. ഇവിടെ ഈ ഒരു മോഡൽ ഒരുപാട് ഇമേജസ് യൂസ് ചെയ്ത് ആൾറെഡി ട്രെയിൻഡ് ആണ്. അങ്ങനെ ട്രെയിൻ ചെയ്യിച്ച ഒരു മോഡൽ യൂസ് ചെയ്ത് പുതിയ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു, സിമിലർ ആയിട്ടുള്ള ഇമേജസ് ക്രിയേറ്റ് ചെയ്യുന്നു. ജനറേറ്റ് റിയലിസ്റ്റിക് ഫോട്ടോഗ്രാഫ്സ് മറ്റൊരു യൂസ് കേസ് ആണ് ടു ജനറേറ്റ് റിയലിസ്റ്റിക് ഇമേജസ്. ഇമേജ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ. ഇവിടെ ഫേഷ്യൽ ആട്രിബ്യൂട്ട്സിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓൾഡ് ഇമേജിൽ നിന്നും ഒരു ന്യൂ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സെമാൻറ്റിക് ഇമേജ് ടു ഫോട്ടോ ട്രാൻസ്ലേഷൻ, സെമാൻറ്റിക് ഇമേജസ് ഓർ സ്കെച്ച് എന്നിവയിൽ നിന്നും GAN യൂസ് ചെയ്ത് പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സൂപ്പർ റെസൊല്യൂഷൻ, ഇമേജ് ആൻഡ് വീഡിയോ ഇവയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കും. ഓൾഡ് ഇമേജ് ആൻഡ് വീഡിയോസ് ഇവ റീസ്റ്റോർ ചെയ്ത് അവയുടെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുവാൻ സാധിക്കും. ഫേസ് ഏജിങ്, GAN യൂസ് ചെയ്ത് ഡിഫറൻറ്റ് ഏജിലുള്ള ഇമേജസ് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും, ഫ്രം യങ്ങർ ടു ഓൾഡർ. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് GAN യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ജനറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ടെക്സ്റ്റ് ടു ഇമേജ് ട്രാൻസ്ലേഷൻ, ജനറേറ്റ് ന്യൂ ഹ്യൂമൻ പോസസ്, ഫോട്ടോസ് ടു ഇമോജീസ്, ഫോട്ടോഗ്രാഫ് എഡിറ്റിംഗ്, ഫോട്ടോ ബ്ലെൻഡിംഗ്, വീഡിയോ പ്രഡിക്ഷൻ, 3D ഒബ്ജക്റ്റ് ജനറേഷൻ. ഇവൻ ഒരു പുതിയ വീഡിയോ ജനറേറ്റ് ചെയ്യുവാനും GAN യൂസ് ചെയ്ത് സാധിക്കും, വിച്ച് വി കാൾഡ് ഡീപ്പ് ഫേക്ക് വീഡിയോസ്. സോ ഇൻ കൺക്ലൂഷൻ, ജനറേറ്റീവ് അഡ്വേഴ്സൽ നെറ്റ്വർക്ക് റിയലിസ്റ്റിക് വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ റെവല്യൂഷനാണ് കൊണ്ടുവന്നത്. ആർട്ട് വർക്ക്സ്, എൻഹാൻസിങ് മെഡിക്കൽ ഇമേജസ്, അങ്ങനെ തുടങ്ങി റിയൽ വേൾഡ് സെനാരിയോസ് സിമുലേറ്റ് ചെയ്യുന്ന വീഡിയോസ് വരെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഇതുകൊണ്ടൊന്നും സ്റ്റോറി എൻഡ് ചെയ്യുന്നില്ല. ജനറേറ്റീവ് അഡ്വേഴ്സൽ നെറ്റ്വർക്കിനേക്കാളും അഡ്വാൻസ്ഡ് ആയ ഡിഫ്യൂഷൻ, ഫ്ലക്സ് എന്നീ മോഡൽസ് കറൻ്റ്ലി വളരെ പോപ്പുലറാണ്. അൾട്രാ റിയലിസ്റ്റിക് ആൻഡ് വെരി ഡീറ്റെയിൽഡ് ഇമേജസ് ആൻഡ് വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ഇവയ്ക്ക് സാധിക്കും. DALL-E 2, സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഇവയുടെ ഫൗണ്ടേഷൻ തന്നെ ഡിഫ്യൂഷൻ മോഡലാണ്. ക്രിയേറ്റിവിറ്റിയുടെ ബൗണ്ടറീസ് കടന്നുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുവാൻ ഇവയ്ക്കിന്ന് സാധിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു റേസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. So that's all about today's video. If you enjoyed this video, don't forget to like and subscribe. Thank you for watching and see you in the next video. Bye.